ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ രാവിലെ ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. എവിടെ പോകുന്നല്ലേ പറഞ്ഞുതരാം. ഞാൻ നമ്മുടെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്കൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ അക്ഷയ പോയിട്ട്, അതായത് നമ്മുടെ ഏഴോത്ത് അക്ഷയ ഉണ്ട് എൻ്റെ നാട്ടിൽ. അപ്പോൾ അക്ഷയ പോയിട്ട് ഞാൻ ഒരു PCCക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ പേപ്പറിലും തന്നു. ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം. പോലീസ് സ്റ്റേഷനിൽ എന്നെ അറിയുന്ന പോലീസുണ്ട്. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ച്. അപ്പോൾ സാർ പറഞ്ഞ അഷ്റഫ് ഇങ്ങോട്ട് പോവാ, നോക്കാം, നമുക്ക് സെറ്റാക്കാവുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഇന്നലെ അക്ഷയയിൽ നിന്ന് ചെയ്യുമ്പം 750 രൂപയാണ് കേട്ടോ. ഞാൻ കുറച്ച് വർഷം മുമ്പ് PCC എടുത്തില്ല. അത് പോലീസ് സ്റ്റേഷൻ. ആ സമയത്ത് അക്ഷയയിലൊന്നും പോയിട്ടില്ല. പോലീസ് സ്റ്റേഷനാണ് ചെയ്തത്. അതിന് എന്തോ ചെറിയ ചില്ലറ അങ്ങനെ എന്തോ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ചെറിയ എന്തോ. പക്ഷേ ഇത് 750 രൂപ ആയിട്ടുണ്ട് ഇന്നലെ. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര പൈസയാവും. ഒരു 500 വിചാരിച്ചില്ല. പക്ഷേ 750 സംഭവം അറിയില്ല. 750 രൂപ ഇന്നലെ എൻ്റെ ഒന്ന് വാങ്ങിനി. അപ്പോൾ ഞാനിപ്പോൾ നേരെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് കേട്ടോ. അവിടെ സാറുണ്ട്. സാറ് വിളിച്ചിട്ടുണ്ട്. സാറിനെ ഞാൻ വിളിച്ചിന്. അപ്പോൾ സാർ പറഞ്ഞാൽ അഷ്റഫ് ഇങ്ങോട്ട് പോകാൻ നമുക്ക് സെറ്റൊക്കെ ആവും. ഓക്കെ, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കേട്ടോ. ഗായ്സ്, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടോ. ഓക്കെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യ്. പിന്നീടല്ലോ, എനിക്ക് ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്. അഷ്റഫ് കണ്ണൂർ കേട്ടോ. സെർച്ച് ചെയ്താൽ കിട്ടും, അഷ്റഫ് കണ്ണൂർ. ഓക്കെ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാട്ടോ. അതിൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, പൊളിക്കാം നമുക്ക്. ഇതാണ് PCCൻ്റെ പേപ്പർ കേട്ടോ. ഓക്കെ. ഇത് ഇന്നലെ അക്ഷയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലെൻ്റെ ഫോട്ടോയിലുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് തന്നെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോകുന്ന കേട്ടോ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പോകണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സാറിനെ അങ്ങോട്ടേക്ക് വിളിച്ചു തന്നു. സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാർ ഇങ്ങനെ ഇന്നലെ എവിടെ പോയിട്ട് അക്ഷയ പോയിട്ട് ആക്കിയിട്ടുണ്ട്, ഒന്ന് ഇനി ഇങ്ങോട്ടേക്ക് നമുക്ക് സെറ്റാക്കാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കും, ആരെങ്കിലും ചോദിക്കും എന്തിനാണ് ഇപ്പം PCC ആക്കുന്നത്. PCC എന്തിനാണ് ആക്കുന്നത് അറിയാലോ. ഒരു ട്രിപ്പ് പോയിന്റ്, ഒരു യാത്രയുണ്ട്. ഓക്കെ. അത് എവിടെയാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഓക്കെ, വഴിയെ കാണിച്ചു തരാം. ആ വീട് നിന്ന് ഇറങ്ങാം. പുറത്ത് നല്ല മഴ വരാൻ സാധ്യതയുണ്ട്. മഴക്കാറുണ്ട്. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കി ചെയ്യാം. ഗായ്സ്, പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മഴ കേട്ടോ. വലിയ മഴയൊന്നുമില്ല, ചെറിയ പൊടിമഴ. പിന്നെ വെയിലും, മഴയും വെയിലും. പോവാ ഗായ്സ്, പോവാ. അങ്ങനെ മഴയും പെയ്തു. ഇടയ്ക്കിടയ്ക്കേ മഴ പെയ്യാട്ടോ. നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക്. ഗായ്സ്, അങ്ങനെ സ്റ്റേഷനടുത്ത് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എടുക്കട്ടെ, നടക്കുക കേട്ടോ. ഇതന്നെ സ്റ്റേഷൻ, നമ്മുടെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ. സാറെവിടെ? ഗോയ്സ്, അതങ്ങനെ കഴിഞ്ഞട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാന്ന്. ഗായ്സ്, ഞാൻ ഉണ്ടല്ലോ ഇവിടെ ഒരു ഷോപ്പിൽ വന്നിട്ടില്ല കേട്ടോ. എരുവേടുന്ന് തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് ഇപ്പുറം. അപ്പോൾ ഇവിടെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിന്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പം വരുമ്പോൾ ഇവിടെ സാധനം ഇറക്കിയിട്ട് കാണുന്നുണ്ട്, സാധനമുണ്ട്. അപ്പോൾ ഇന്നറ്റം വന്നിയായിരിക്കും. അപ്പോൾ ഇതാ ഷോപ്പിൽ ഞാൻ പറഞ്ഞാൽ ഇതാ എൻ്റെ ബാക്കിൽ കാണുന്ന തന്നെ കണ്ട. ഇത് ഇഷ്ടിക, അതുപോലെ ഇങ്ങനത്തെ ഇതെല്ലാം കണ്ടോ. ഇതിൽ വിൽക്കുന്ന കേട്ടോ. കണ്ടോ, ചെറിയ ചെറിയ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ മീനെല്ലാം വെക്കുന്ന, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന സാധനം കേട്ടോ ഇത്. കേട്ടോ. പിന്നെ ചെടിച്ചട്ടി. പിന്നെ ഇപ്പോൾ ഷോപ്പ് അവർ പൂട്ടിയിട്ടാണ്. ഉച്ചക്ക് ഇപ്പോൾ 1 മണിയായി. അപ്പം ഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കും. ലോറിയെല്ലാം വലിച്ച് പോകുന്നുണ്ടോ, കയറി പോകുന്നുണ്ടോ. കണ്ടോ, ചെറിയൊരു കയറ്റമാണ്. അപ്പോൾ ഇപ്പോൾ സമയം 1 മണി കേട്ടോ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോയി തോന്നുന്നു. ഷട്ടർ പോയി താത്തിട്ടേ. അപ്പോൾ സാധനം ഇവിടെ ഇറക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇറക്കിനെങ്കിൽ ഇന്ന് തന്നെ നോക്കിയിട്ട് കൊണ്ടുപോകണം. എന്താ സാധനം ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് സംഭവം മനസ്സിലായി. ഷോപ്പ് ഇഷ്ടിയും മറ്റേ ഇതെല്ലാം വിൽക്കുന്ന ഷോപ്പാട്ടോ. ഏതായാലും ഷോപ്പൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ചെറുക്കൻ ഇതെല്ലാം ഇഷ്ടിയ കേട്ടോ. ഇത് സിമെൻറ്റും കട്ട.
ഉണ്ടോ ഇത് ലോക്ക് കഴിഞ്ഞാൽ അല്ലല്ല ഇത് സാധാ സിമെൻറ്റും കെട്ടാട്ടാ. ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനം ഒന്നല്ല, ഇഷ്ടം ചെയ്തൊന്നല്ല കേട്ടോ. ഇതാ സാധനം, ഇതാണ് സാധനം. ഇത് ചെറുതാട്ടോ. അപ്പോൾ ഈ ചെറുത് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് ഈ വലുതാണ്. കണ്ടോ ഈ സംഭവം, ഇത് മൂടി കേട്ടോ. അടപ്പ് ഇതിൻ്റെ അടിയിൽ ഇല്ല, മുകളിലും താലും ബ്ലാങ്കാണ്. ഇനി മൂട് മാത്രമേ ഉള്ളൂ, അടിയിൽ ബ്ലാങ്കാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. സംഭവം അറിയാമായിരിക്കും നിങ്ങൾക്ക്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ. സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ബാത്റൂമിൽ നിന്നെല്ലാം എന്താ പറയുക, കുളിക്കുന്ന വെള്ളമില്ലേ, കുളിക്കുന്നതും ഫ്രഷാകുന്ന വെള്ളമില്ലേ, അതൊക്കെ പോയിട്ട് വീകുന്ന ടാങ്ക് കേട്ടോ. അത് അടിയിൽ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ വേസ്റ്റ് വെള്ളം, അതായത് കുളിക്കുന്നതും ഫ്രഷാകുന്നതൊക്കെ വെള്ളം പോയിട്ട് വീകുന്ന ടാങ്ക്. അപ്പോൾ അടിയിൽ ബ്ലാങ്ക് ആകുമ്പോൾ ഭൂമി കുടിക്കും വെള്ളം. അതൊരു സാധനം. മുകളിൽ അടപ്പുണ്ടാവും. അപ്പോൾ മണ്ണിലമ്മ കുഴിച്ചിടുക, എന്നിട്ട് ബാത്റൂമിലെ പൈപ്പിൽ കണക്ഷൻ കൊടുക്കുക. അതുപോലെ കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ നമ്മൾ പാത്രമെല്ലാം കയറുന്ന വെള്ളമില്ലേ, അത് പോയിട്ട് വീകാൻ വേണ്ടിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 1-2 കാര്യങ്ങൾക്ക് ഈ സംഭവം യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ബാത്റൂമിലെ വെള്ളം പോയിട്ട് വീകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിനാണ്. അപ്പോൾ അത് ഇതാന്ന് പോലും കൊണ്ടുപോകും, ഈ സാധനമാണെന്ന് പോലും. അപ്പോൾ ഞാനിവിടെ വന്ന് ചോദിച്ചു, അപ്പോൾ പറഞ്ഞു ഇതാണ് സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചെറുതുണ്ട് വലുതുണ്ട്. അപ്പോൾ ചെറിയ 2 ടൈപ്പ് ഉണ്ട്, ചെറുതുണ്ട്, പിന്നെ കുറച്ച് വലുതുണ്ട്, പിന്നെ നല്ല വലുതുണ്ട്. അപ്പോൾ നല്ല കുറച്ച് സൈസ് തീർന്നു ഇനി. അപ്പോൾ ഞാൻ മിന്നാന്ന് കുറച്ച് ദിവസം മുമ്പ് വന്ന് ചോദിച്ചാൽ ഇവിടെ സാധനം തീർന്നു പോയി. അപ്പോൾ മിന്നാന്ന് വന്നേരോ ഇവിടെ വലിയ ടൈപ്പ് സാധനമില്ല, എനിക്ക് വലിയ ടൈപ്പാണ് വേണ്ടി. അപ്പോൾ വലിയ ടൈപ്പ് സാധനമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ ഒരാഴ്ച കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വന്നിനി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇപ്പം വരുമ്പോൾ ഇവിടെ ഇറക്കിയിട്ട് സാധനം വലുത്. അപ്പോൾ ആ വലുത് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ എത്തിയല്ല, അപ്പോൾ ഇന്ന് തന്നെ നോക്കിയിട്ട് എടുക്കാം സാധനം. ഓക്കെ, എന്തെയാ ഇന്ന് രാവിലെ വന്നല്ലേ? അപ്പോൾ ഇത് വന്നപ്പം തന്നെ സാധനം കണ്ട് അത് തന്നെയല്ലേ വലുതല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് എടുക്കാല്ലേ? ഇന്ന് കൊണ്ടുപോകട്ടെ. നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യലും പണിയാണ് സാറിൽ. ഇന്ന് കൊണ്ടുപോകാം. പിന്നെ മഴ കൂടിക്കഴിഞ്ഞാൽ പണിയാവും. ഈ വലുതാന്ന് കൊണ്ടുപോകുന്ന കേട്ടോ. ഈ ചെറുത് ശരിക്കും പറഞ്ഞാൽ ബാത്റൂമിൽ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഷോപ്പിൻ്റെ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ മിന്നാന്ന് വന്നേരേ, ഈ ചെറുത് ബാത്റൂമിലേക്ക് ഈ ചെറുതാന്ന് യൂസ് ചെയ്യൽ, ബാത്റൂമിലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ ചെറുതാന്ന് യൂസ് ചെയ്യൽ. കിച്ചണിലപ്പം കിച്ചണിൽ ഇടയ്ക്കിടയ്ക്ക് പാത്രമെല്ലാം കഴിക്കൊണ്ടിരിക്കുന്നതായിരിക്കില്ല. അപ്പോൾ കിച്ചണിലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, കിച്ചണിലെ വേസ്റ്റ് വെള്ളം. അപ്പോൾ കിച്ചണിലേക്ക് ഈ വലുതുകൊണ്ട് പോക്ക്, ബാത്റൂമിലെ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഈ ചെറുതാണ് കൊണ്ടുപോക്കുന്നതാണ്. പിന്നെ ഞാൻ പിന്നെ ഏതായാലും എടുക്കുമ്പോൾ ഞാൻ ചെയ്താലും റേറ്റ് നോക്കുമ്പോൾ ചെറിയൊരു ഇതേ വ്യത്യാസമുള്ളൂ. റേറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ ഏതായാലും വലുത് തന്നെ എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ ഏതായാലും വലുത് പറ്റാം. അപ്പം പറഞ്ഞ ഒരാഴ്ച കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് സാധനം എത്തി. അപ്പോൾ അവർ ഇന്ന് ഇവിടെ കണ്ണൂരാറ്റം പോയില്ല, അതുകൊണ്ടാണ് പിന്നെ വിളിക്കുക. എൻ്റെ നമ്പറും അങ്ങനെ മിന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് എത്തിയതേ ഉള്ളൂ പോലും സാധനം. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് എടുക്കാം കേട്ടോ. വൈകിട്ട് വരാം. ജീജുവിനെ കൂട്ടണം, പിന്നെ നമ്മളെ ചങ്ങയുണ്ട് രാവിലെയും കൂട്ടണം. രാവിലെ വൈകുന്നേരം ആകുമ്പോൾ രാവിലെയും കൂട്ടിയിട്ട് അവർ രണ്ടാളും കൂട്ടിയിട്ട് വരാം. അപ്പോൾ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുതിന് 1550, അതായത് ഇതിന് 1550 ചെറുത്, ഇതിന് 2400, ലാസ്റ്റ് 2350 തരാമെന്ന് പറഞ്ഞു. ഇത് കുറച്ച് വലിയ സൈസാണ്. കണ്ടോ ഇതാ ഈ ഹോൾ കണ്ട, ഇതാ ഇവിടെയാണ് വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മൂടേ ഉള്ളൂ കേട്ടോ. ഇവിടെ മുകളിലും ബ്ലാങ്കാണ്, താലും ബ്ലാങ്കാണ്. അപ്പോൾ വെള്ളം ഭൂമി ഓടിക്കും. അപ്പോൾ മുകളിലൊന്നും വീകാണ്ടിരിക്കാൻ വേണ്ടിക്ക്, ഇതിലേക്കൊന്നും വീകാണ്ടിരിക്കാൻ വേണ്ടിക്ക് മൂട് വെക്കാം. അടിയിൽ ബ്ലാങ്ക് കേട്ടോ. ശരിക്കും മുകളിലും ബ്ലാങ്ക്, താലും ബ്ലാങ്ക്. നമുക്ക് മൂടി വെച്ചിട്ട് ഇത് കവർ ചെയ്യാം. അങ്ങനെ സംഭവം. അപ്പോൾ വലുത് 2-3 വന്നിട്ടുണ്ട്. പിന്നെ ചെറുത് ഇതാ ഒരു 5-6 ഉണ്ട്. 3, 4, 5, 6, 7. അപ്പോൾ ഇവിടുന്ന് പോട്ടെ കേട്ടോ. ഭക്ഷണം കഴിക്കണം. നമുക്ക് വൈകുന്നേരം വന്നിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, വിശക്കുന്നു. പിന്നെ വേറൊരു സാധനം ഇവിടെ കണ്ടിന്. അപ്പോൾ അവ കൂടെ വാങ്ങിയാലോ വിചാരിക്കുക. സാധനം എന്ന് അറിയാം, കാണിച്ചു തരാം. എന്താ ഞാൻ പറഞ്ഞ സാധനം കണ്ടോ, ഫിഷ് ടാങ്ക്. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ചെടിയെല്ലാം വെച്ചിട്ട്, എന്താ പറയുക, ചെറിയ വെള്ളത്തിൽ ഇതാകുന്ന ചെടിയില്ലേ, അതെല്ലാം വെച്ച് കുറച്ച് ഗപ്പി മീനെല്ലാം ഇട്ടിട്ട്, കളർ മീനെല്ലാം ഇട്ട് നല്ല രസമാവും. കണ്ട. അപ്പോൾ ഇത് ചെറുതും ഇത് വലുതും കേട്ടോ. ഇതിന് 1200 പറഞ്ഞത്, ഇതിന് 900 സംതിങ് പറഞ്ഞത്. ഇത് കുറച്ച് ചെറുതാണ്, ഇത് കുറച്ച് വലുതാണ്. എടുക്കുമ്പോൾ പിന്നെ വലുത് തന്നെ എടുക്കണം. അപ്പോൾ ഇപ്പോൾ അതെടുക്കുമ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ അങ്ങ് പോകും. എന്തായാലും ഒരു ഗുഡ്സ് അങ്ങനെ എന്തെങ്കിലും വിളിക്കണം, സാധനം കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഒരു വണ്ടിയിൽ തന്നെ 2 അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ഇത് നല്ല രസമില്ല, വീട്ടിൻ്റെ ഉള്ളിലും വെക്കാം പുറത്തും വെക്കാം. ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ നോക്കട്ട് നല്ല രസമുണ്ട് കാണാം. അതിൽ ഗപ്പിനെലിട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. സംഭവം നല്ല സെറ്റപ്പായിരിക്കും. ഓക്കെ, മഴ വരാൻ സാധ്യതയുണ്ട്. വിശക്കുന്നു, വേഗം ഫുഡിനെടുത്തേക്ക് കേട്ടോ. ഫ്ലൈറ്റ്, അച്ചാറ്, തേര് വെച്ചിട്ട് ഫുഡിന് വെയിറ്റ് ചെയ്യുന്നു. ഫുഡ് എത്തിയല്ല.
ഒരു ബീഫ് ബിരിയാണി. ഒരുത്തന്നെ അന്നെടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ലോൺ എടുക്കട്ടെ. ഒരായി പറഞ്ഞേ ഹായ് 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 ഹായ്. കുറേ നേരമായി അന്നെടുത്തോ നിൽക്കുന്നത്. നമ്മളെ പഴയ ബിംബീസിലെട്ടോ, ബിംബീസിലെ സ്റ്റാഫാണ്. കുറേ കൊല്ലായി ഇവിടെ കഴിക്കട്ടെ. നല്ല പണിക്കാറാണ് അല്ലേ? കുറേ കൊല്ലല്ലേ ഫ്രീയല്ലേ? പണ്ടേ ഉണ്ട്. ഓരോരുത്തർ ഇങ്ങനെ വട്ടം കളിയും കളിക്കുന്നുണ്ട്. ഈടാ ഇനി എടുക്കൂലടാ. കേക്കട്ടെട്ടാ, ബീഫ് ബിരിയാണി ഭയങ്കര ചൂട് പൊള്ളി. ഓക്കെ കഴിക്കട്ടെ. വിശക്കുന്നു. സത്യം പറഞ്ഞാൽ രാവിലെ നാസ്ത കഴിച്ചിട്ടില്ല. ചായ, ഓൺലി ചായ. ഇനിയിപ്പം കഴിക്കുന്ന അത്രേ. ബ്രഞ്ച് എന്നല്ല പറയല്. ബ്രഞ്ച് കേട്ടോ ഇത്. കേട്ടാ, മഴ പോയി ചൂട് തുടങ്ങി. അപ്പോൾ ഭക്ഷണം കഴിച്ചേട്ടാ ഇവിടുന്നിറങ്ങി. വീട്ടിലൊന്ന് കുറച്ച് സമയം കിടന്നു ഉറങ്ങി. പണിറ്റതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരെ പോയിട്ട് എന്താ പറയുക, നേരെ പഴങ്ങളിൽ പോയിട്ട് ആ സാധനം എടുക്കാം കേട്ടോ. ഓക്കെ. ഇപ്പം ഈ വൈകിട്ടെല്ലാം ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഉറങ്ങിക്കാൻ ഭയങ്കര ക്ഷീണം കേട്ടോ. എന്തൊരു ക്ഷീണോ. നേരെ പഴങ്ങളിലേക്ക് ഞാൻ അങ്ങനെ പഴങ്ങളിലെത്തി. നമ്മളെ 2 ചങ്ങായിമാരുണ്ട്, ജിമ്മന്മാരാണ്. ഒന്ന് ഇവിടുത്തെ ജിമ്മിലെ കോച്ചാണ്. അയൺ ഡ്രൈവിൽ, നമ്മുടെ പഴങ്ങളിലെ അയൺ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അയൺ ഡ്രൈവ് ജിമ്മിലെ കോച്ചാണ്. അവനിപ്പം വരും. അവനറിയും. അപ്പോൾ അവനും നമ്മളെ രാഹുലും ജിമ്മൻ തന്നെ. 2 ജിമ്മിനെയും കൂട്ടിയിട്ട് പോയിട്ട് എടുത്തു നോക്കട്ടെ കേട്ടോ. ഗുഡ്സാറിനോടും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്സിൽ കയറ്റി വിടാം. വേഗം വാങ്ങായി, മഴ പെയ്യുന്നതാ. വാ. അങ്ങനെ സാധനം വീട്ടിലെത്തിയേട്ടാ. ഗുഡ്സിൽ കൊണ്ടുവന്നിറക്കി. ഗായ്സ് അങ്ങനെ വീട്ടിലെത്തിയേട്ടാ. സാധനം എത്തിച്ച് മരുവാൻ കൊടുക്കുന്നുണ്ട്. മരുവായി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.